നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓവർ 4 റൺസ് വെച്ച് അടിക്കുകയാണ് ടീം ഇന്ത്യ. കാരണം കുറേ സമയം മഴയൊക്കെ പെയ്ത് നഷ്ടമായൊരു ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മാക്സിമം ഒരു സെഷൻ കൂടിയൊക്കെ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അത് വെച്ചൊരു 350 റൺസ് 360 റൺസൊക്കെ ലീഡിലേക്ക് പോവുക. 400-ന് എത്ര ക്ലോസ് ആവാൻ പറ്റുമോ അത്രയും നല്ലത് എന്ന തരത്തിലാണ് ടീം ഇന്ത്യ ചിന്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 സെഷൻ മാക്സിമം കിട്ടും. അത് വെച്ചിട്ട് എതിരാളികളെ എറിഞ്ഞ് ഓൾ ഔട്ടാക്കണം. ടഫ് ടാസ്ക്കാണ്. പക്ഷേ ഇപ്പോഴും വിജയ പ്രതീക്ഷ ടീം ഇന്ത്യക്കുണ്ട്. അതാണ് 4-ാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് പറയാൻ കഴിയുക. 29 ഓവർ ബാറ്റ് ചെയ്ത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺസുമായിട്ട് നിൽക്കുകയാണ്. സോ ആവറേജ് 4 റൺസ് വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിരാശപ്പെടുത്തിയെന്ന് പറയാനുള്ളത് ക്യാപ്റ്റൻ ഗില്ലും ഓപ്പണർ യശസ്വി ജയ്സ്വാളുമാണ്. ജയ്സ്വാൾ അദ്ദേഹം നേരിട്ട 3-ാമത്തെ പന്തിൽ പുറത്താവുകയായിരുന്നു. അസിത ഫെർണാണ്ടയുടെ പന്തിൽ നിറോഷൻ ഡിക്വെല്ല പിടിച്ച് ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങി. കഴിഞ്ഞ ഇന്നിങ്സിൽ അൺഫോർച്ചുനേറ്റ്ലി റൺഔട്ട് ആയതാണ്. പക്ഷേ ഈ ഇന്നിങ്സിൽ അക്കൗണ്ട് തുടങ്ങാനേ പറ്റിയില്ല. KL രാഹുൽ നല്ല രൂപത്തിൽ തന്നെ കളിച്ചു. രാഹുലും ദേവദത്ത് പടിക്കലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. രാഹുൽ ഒരു ഘട്ടത്തിൽ LBW ഒക്കെ ആയി അദ്ദേഹം മടങ്ങി പോകാൻ നിന്നപ്പോൾ ദേവദത്ത് പടിക്കൽ പറഞ്ഞിട്ട് റിവ്യൂ എടുക്കുകയും അത് ഔട്ടല്ല എന്ന് തീരുമാനമാവുകയും ചെയ്തു. പടിക്കലിനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ പിന്നെ അധികം നേരം അദ്ദേഹം നിന്നില്ല. 74.47 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തു. 2 4 2 6 ആ ബാറ്റിൽ നിന്ന് വന്നു. 47 പന്തിൽ നിന്ന് 35 റൺസ് അടിച്ച് പ്രഭാത് ജയസൂര്യ കോട്ടൺ ബൗൾ ചെയ്ത് അദ്ദേഹത്തെ മടക്കി വിടുകയായിരുന്നു. ദേവദത്ത് പടിക്കൽ കഴിഞ്ഞ ഇന്നിങ്സിലെ സെഞ്ചുറിയൻ. അദ്ദേഹം അതേ മികവിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ 44 റൺസ് അടിച്ച് നിൽക്കവേ നുവാന്തയുടെ പന്തിൽ LBW ആയിട്ട് മടങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് വന്ന് നമ്മുടെ നായകൻ ശുഭ്മൻ ഗില്ല് 8 റൺസുമായിട്ട് മടങ്ങിപ്പോയതാണ് ഒരു തിരിച്ചടിയായത്. 20 പന്തുകൾ നേരിട്ട ക്യാപ്റ്റൻ 8 റൺസാണ് ആകെ അടിച്ചത്. ഋഷഭ് പന്തും ധ്രുവ് ജുറലുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 22 പന്തിൽ നിന്ന് ഒരു 4 ഒരു 6 അടക്കം 21 റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട്. ജുറൽ 9 പന്തിൽ നിന്ന് 5 റൺസുമായിട്ടാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് 116 റൺസ് 4 വിക്കറ്റിന്. അതാണ് ഇപ്പോഴത്തെ 2-ാം ഇന്നിങ്സിലെ സ്കോർ. ആദ്യ ഇന്നിങ്സിലെ ലീഡ് കൂടി ചേർത്ത് ഇന്ത്യ 294 റൺസിൻ്റെ ലീഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 350-ന് മുകളിൽ പോവുക. മാക്സിമം 400-ന് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക. അത് തന്നെയായിരിക്കും ലക്ഷ്യം. അടുത്ത സെഷൻ കൂടി ബാറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. രവീന്ദ്ര ജഡേജയും മനോജ് സുധാറും ഒക്കെ ഇനി ബാറ്റ് ചെയ്യാൻ വരാനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 350 എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. 4th ഇന്നിങ്സിൽ അത് ചേസ് ചെയ്യുക എന്നുള്ളത് ശ്രീലങ്കയ്ക്ക് ബുദ്ധിമുട്ടേറിയ അവസ്ഥയുമായിരിക്കും. പിന്നെ മഴയുടെ കാര്യം എന്താവും എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. സോ ലക്ഷ്യം കൃത്യമാണ്. 350-ന് മുകളിൽ സ്കോർ ചെയ്യുക. 400-ലേക്ക് അടുത്തേക്ക് പോവുക. പിന്നെ ഒരു 3-4 സെഷൻ കൊണ്ട് ശ്രീലങ്കയെ എറിഞ്ഞിടുക. സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.